നമ്മുടെ വിദേശകാര്യ നയത്തിൻ്റെ ഒരു ശക്തി കണ്ടോ? ഇസ്ലാമാബാദിൽ വെച്ച് മിഡിൽ ഈസ്റ്റിലെ മന്ത്രിമാരുടെ യോഗം ചേർന്നു. ഈ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ, പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ, അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും അധിനിവേശം അവസാനിപ്പിക്കാൻ എന്ത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്ന് ചർച്ച ചെയ്യാനാണ് അവർ കൂടിയത്. അവർ കൂടിയത് എവിടെയാണ് കൂടിയിരിക്കുന്നത്? സാമ്പത്തികമായി തകർന്നടിഞ്ഞ് ഒരു മേൽവിലാസവുമില്ലാതെ വെറും അലവലാതി രാജ്യമായി കിടന്ന പാകിസ്ഥാനിലാണ് അവർ കൂടിയിരിക്കുന്നത്. നമ്മുടെ വിദേശകാര്യമന്ത്രി ഒരു വർത്തമാനമൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ ആരുടെയും ബ്രോക്കർമാരൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ്. ഈ മധ്യവർത്തിയാക്കുന്നത് എപ്പോഴാണെന്നറിയാം? ഒരു വിഷയത്തിൽ ഒരാൾ വിശ്വസ്തനാവുമ്പോഴാണ്. ഒരാൾ ആ വിഷയങ്ങളിൽ നിന്ന് തുല്യ അകലത്തിലാണെന്ന് ബോധ്യപ്പെടുമ്പോഴാണ് മധ്യസ്ഥനാക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിൻ്റെ ചേരിചേരാ നയത്തിൻ്റെ ഒക്കെ എല്ലാത്തിൽ നിന്നും തുല്യ അകലം പാലിക്കുന്ന ആ നയത്തിൽ നിന്ന് ഈ അമേരിക്കയോടും ഇസ്രയേലിനോടുമൊക്കെ അമിത പ്രേമമുള്ള ഒരു രാജ്യമായി മാറുന്നതിലൂടെ നമുക്ക് കൈമോശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻ്റർനാഷണൽ ക്രെഡിബിലിറ്റിയാണ്. നമ്മുടെ ഒരു കരുത്തും നമ്മുടെ ഒരു മൂല്യവുമാണ്. ഇതിൻ്റെ തിരിച്ചറിവാണ് ഈ അലവലാതി രാജ്യമായ ഇസ്ലാമാബാദിനെ ഇത്തരമൊരു ചർച്ചയ്ക്ക് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ വേദിയാക്കി സ്വീകരിച്ചത്. പക്ഷേ ഇതൊന്നും മോഡി ഭക്തരായ സംഘപരിവാറുകാർ ഇതൊന്നും അംഗീകരിക്കില്ല. പോയി പണി നോക്കട്ടെ അവന്മാർ, അഹങ്കാരികൾ, അവന്മാരങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കളയും. നമ്മൾ വിചാരിച്ചാലാണ് യുദ്ധം സ്വിച്ചിട്ടതുപോലെ നിൽക്കുന്നത് എന്ന് പിന്നെ അങ്കോളയിലെ ഉങ്കാമ എന്ന് പറയുന്ന ആൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാതൃഭൂമി പത്രമൊക്കെ ഇടയ്ക്ക് ഗുണ്ടടിക്കും. പക്ഷേ അന്താരാഷ്ട്ര പ്രതിച്ഛായയിൽ നമ്മളുടെ ഒരു ഇൻഡിപെൻഡൻസി നഷ്ടപ്പെടുകയാണെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇവിടെ പ്രധാനമായൊരു ചോദ്യമുണ്ട്. ഇന്ത്യ പാകിസ്ഥാനുമായി താരതമ്യം ചെയ്യാവുന്നൊരു രാജ്യമേ അല്ല. ഇന്ത്യ അതിനേക്കാൾ എല്ലാ അർത്ഥത്തിലും എത്രയോ വലിയ ശക്തിയാണ്. അതിൻ്റെ മൂല്യങ്ങളിൽ, അതിൻ്റെ പാരമ്പര്യത്തിൽ, അതിൻ്റെ കരുത്തിൽ, അതിൻ്റെ സാമ്പത്തിക ശക്തിയിൽ, അതിൻ്റെ സൈനിക ശക്തിയിൽ, അതിൻ്റെ തലയെടുപ്പുള്ള അന്താരാഷ്ട്ര നയങ്ങളിൽ അങ്ങനെയൊക്കെയാണ് നമ്മുടെ രാജ്യം നിലനിന്ന് പോന്നിരുന്നത്. അതിൻ്റെ ഒരു നിലയും വിലയും നമുക്കുണ്ടായിരുന്നു. നമ്മളെ ജാതീയമായോ വർഗീയമായോ ഒരു ചേരിതിരിവുള്ള രാജ്യമാക്കി മാറ്റാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ വിദേശകാര്യ നയങ്ങളിൽ മിഡിൽ ഈസ്റ്റുമായി ഏറ്റവും ഊഷ്മളമായ ബന്ധം നമ്മൾ നിലനിർത്തിയിരുന്നത്. നമ്മൾ ഹജ്ജ് സബ്സിഡികൾ നൽകിയത് ഇവിടുത്തെ മുസ്ലിങ്ങളെ എന്തെങ്കിലും പ്രീണിപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമല്ല. മിഡിൽ ഈസ്റ്റിലൊക്കെ അവരോട് ചേർന്ന് നിൽക്കുന്നൊരു രാജ്യമാണ്, അവരുടെ വിശ്വാസത്തെ സൂക്ഷിക്കുന്ന രാജ്യമാണ് എന്ന് ബോധ്യപ്പെട്ടോട്ടെ എന്നുകൂടി കരുതിയാണ്. അതിൻ്റെ ഒരു പിന്തുണയും സഹായവുമൊക്കെ അവർക്കെല്ലാ അർത്ഥത്തിലും നമുക്ക് നൽകുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവർ പറയും, ഇടയ്ക്കിടയ്ക്ക് വാർത്ത വരുന്നല്ലോ, UAE പ്രസിഡൻറ്റിനെ വിളിച്ചു, സൗദി അറേബ്യ പ്രസിഡൻറ്റിനെ വിളിച്ചു, സൗദി അറേബ്യ പ്രസിഡൻറ്റ് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് മോഡി എന്ന് പറഞ്ഞു, UAE പ്രസിഡൻറ്റ് ഏറ്റവും എൻ്റെ ചങ്ക് ബ്രോ എന്ന് പറഞ്ഞു. ഇതൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെ പറയുന്ന വെറും വിദേശകാര്യ സ്റ്റേറ്റ്മെൻറ്റുകളുടെ വെണ്ടയ്ക്ക പ്രസ്താവനകൾ മാത്രമാണ്. അതിലൊന്നും ഹൃദയം ഉണ്ടാവില്ല. നിങ്ങൾ ചില സ്റ്റാർ ക്ലബ്ബുകളുടെ മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ അവരിങ്ങനെ ഹായ്, ഹലോ, ഹൗ ആർ യു, ഫൈൻ എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു ഡിപ്ലോമാറ്റിക് ആഷ് പോഷ് എന്ന് മാത്രം അത്തരം സെൻറ്റൻസുകളെ എടുത്താൽ മതി. അവരുടെ ഉള്ളിൽ നമ്മുടെ രാജ്യം ഒരു മധ്യസ്ഥ രാജ്യമായി മാറുന്നതിന് ഉചിതമല്ല എന്നൊരു ചിന്ത അവരിലുണ്ടായതുകൊണ്ടല്ലേ ഈ പന്ന രാജ്യത്തിന്. ഞാനത് കണ്ട് ചിരിച്ചുപോയി. പിന്നെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയൊക്കെ പറയുന്നു, പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും ഒക്കെ പറയുന്നു, ആരെടുത്താ, പിന്നെ ഇസ്രയേലിൻ്റെ അടുത്ത് പറയുന്നു, ഞങ്ങളുടെ എങ്ങാണ് ഒരാളിനെ തൊട്ടാൽ ഞങ്ങൾ കത്തിച്ചുകളെ ഇസ്രയേലിനെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എടാ, നാടിഞരമ്പ് വലിഞ്ഞ് ഒരു കാശിനും കൊള്ളാതെ കടം കയറി മുടിഞ്ഞു കിടന്നിരുന്ന ഒരു രാജ്യത്തെ ഇപ്പോൾ അവരെല്ലാം കൂടെ പൊക്കിക്കൊണ്ട് നടക്കുക. സൗദി അറേബ്യയുമായി കരാർ ഒപ്പിട്ടു പാകിസ്ഥാൻ. ഞങ്ങളെ തൊട്ടാൽ നിങ്ങളെ തൊടുന്നത് പോലെ, നിങ്ങളെ തൊട്ടാൽ ഞങ്ങളെ തൊടുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഫലത്തിൽ സൗദി അറേബ്യയ്ക്ക് ആണവശക്തി ഉപയോഗിക്കാനുള്ള ഒരു പരസ്പര ബന്ധം അതിലൂടെ ഉണ്ടായിത്തീരുന്നു എന്ന് മാത്രമല്ല, ഈ കള്ളന്മാരത് ഉപയോഗിച്ച് ഇഷ്ടംപോലെ കാശും സമ്പത്തുമൊക്കെ അവിടെ നിന്ന് കൊണ്ടുവരികയും അവിടുത്തെ പ്രധാനപ്പെട്ടവരായി മാറുകയും ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ രാജ്യം എവിടെ പോയി നിൽക്കുന്നുവെന്ന്. സത്യം പറഞ്ഞാൽ ഈ ജാതി രാഷ്ട്രീയവും മോഡി ഭക്തിയും രാഹുൽ വിരോധമോ ഭക്തിയോ എന്തുണ്ടെങ്കിലും അതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് വെറുതെ ഇന്ത്യക്കാരെന്നുള്ള നിലയിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മളെ അവർ വിശ്വസിച്ചില്ല എന്ന് പറയുന്നത് എത്രയോ ഒരു മോശമായ കാര്യമാണ് ഈ സന്ദർഭത്തിൽ എന്നുള്ളത് ഒന്ന് ഓർത്ത് നോക്കിയേ. എന്ന് മാത്രമല്ല, യവൻ വലിയ ചാമ്പ്യനുമായി. ശ്രീലങ്കൻ പ്രസിഡൻറ്റ് പറയുന്ന അഭിപ്രായങ്ങളും നേപ്പാൾ പ്രധാനമന്ത്രി പറയുന്ന അഭിപ്രായങ്ങളും മലേഷ്യയിലെ പ്രധാനമന്ത്രി പറയുന്ന അഭിപ്രായങ്ങളും
ഈ പറയുന്ന ഈ ഇസ്ലാമാബാദിലെ ആ പോഴം പറയുന്ന അഭിപ്രായങ്ങളുമൊക്കെയാണ് ഇപ്പം ലോകമാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ.